വഹാബിയത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർക്ക് ലോകരാജ്യങ്ങളിൽ പല ഹറക്കത്തുകളും വേണ്ടി വന്നു. ആ ഹറക്കത്തിന് വേണ്ടി വഹാബികൾ ഉണ്ടാക്കിയതാണ് ഇന്ന് ലോകത്ത് കാണുന്ന ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടനകളെല്ലാം വഹാബികളാണ്. എല്ലാം വഹാബിനറെ നാണിക്കണ്ടേ? എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? എന്തുകൊണ്ട് ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന എല്ലാ ഭീകര സംഘടനകളും വഹാബികളാണ്. ആരാ ഫണ്ട് ചെയ്തത്? വഹാബികൾ. ചിന്തിക്ക്. 1982-ന്റെയും 2005-ന്റെയും ഇടയിൽ വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി സൗദിയിലെ വഹാബികൾ സർക്കാർ അറിഞ്ഞുകൊണ്ട് $7,500 കോടി ചെലവാക്കിയത്. ഇതൊക്കെ കൃത്യമാണ്, പരിശോധിക്കാർക്കും എൻ്റെ കൃത്യം നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും. ഇതൊക്കെ പരിശോധിക്കാം. ഇന്ന് നെറ്റും മറ്റും സൗകര്യമല്ലേ, പഠിക്ക്. ഞാൻ വെറുതെ പറയല്ല. ഏകദേശം 8 ലക്ഷം കോടി രൂപ ഈ ഒരു കാലയളവിൽ മാത്രം. ഈ കാലത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീകര സംഘടനകൾ ഉണ്ടാക്കിയത്. ഈ ഭീകര സംഘടനകളെ മുഴുവനും വളർത്തിയതും പോറ്റിയതും ജനിപ്പിച്ചതും ആരാണ്? വഹാബികൾ. അല്ലാതാരാ? ഈ കാലയളവിൽ 200 വഹാബി കോളേജുകൾ ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. 86-ന്റെയും 1982-ന്റെയും 982-ന്റെയും 2005-ന്റെയും ഇടയിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 200 വഹാബി കോളേജുകൾ, 210 വഹാബി ഇസ്ലാമിക് സലഫി സെന്ററുകൾ, 1500 വഹാബി പള്ളികൾ. അടിച്ചു കയറ്റുകയാണ് ലോകരാജ്യത്ത് വഹാബിസത്തെ. പണം. ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബും ഫണ്ടമെന്റ് ഹനഫി മദ്ഹബും സുന്നിയത്തുമുള്ള രാജ്യങ്ങളുണ്ട്. ഉദാഹരണം പറയാ, അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, മലേഷ്യ, ഇന്തോനേഷ്യ. ഈ രാജ്യങ്ങളിൽ ഇന്ന് വഹാബിസം കയറിക്കൂടി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പള്ളി വഹാബി പള്ളിയാ. കോടി പണം ചെലവിട്ട് വഹാബികൾ ഉണ്ടാക്കി കൊടുത്ത്. പക്ഷെ ഷർത്തുണ്ട്, മൗലിദ് ഓടാൻ പാടില്ല. അതിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായോ? അവരുണ്ടാക്കുന്ന പള്ളികളിൽ ഷർത്ത, മൗലിദ് ഓടാൻ പാടില്ല. ദലായിലുൽ ഖൈറാത്ത് വായിക്കാൻ പാടില്ല. ഹദ്ദാദ് എല്ലാം പാടില്ല. പഴയകാല സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എത്ര? 8 ലക്ഷം കോടി രൂപയാണ് 1982-ന്റെയും 2005-ന്റെയും ഇടയിൽ വഹാബികൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെലവാക്കിയിട്ടുള്ളത്. കൃത്യമായ കണക്കാണ്. ഇത് വെറുതെ പറയും. 2000 വഹാബി മദ്രസകൾ, 13.8 കോടി വഹാബി ആശയം കുത്തി നിറച്ച ഖുർആൻ പരിഭാഷകൾ. 13 കോടി ഖുർആൻ പരിഭാഷ വഹാബിയത്ത് കുത്തി നിറച്ച. അതിനൊന്നും തിരിച്ചു ചെയ്യാൻ കഴിയില്ല നമുക്ക്. എന്തുകൊണ്ട്? നമ്മുടെ കയ്യിൽ ആ പരിഭാഷകൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം 13 കോടി ഖുർആൻ പരിഭാഷ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 1982-ന്റെയും 2005-ന്റെയും വിതരണം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ മൊത്തം മാറ്റി. ചെറുതൊന്നല്ല, നമ്മുടെ തന്നെ അനുജന്മാർ. കമ്മ്യൂണിസത്തെക്കാൾ അപകടമാണ് വഹാബിസം എന്ന് പറയാൻ ഞങ്ങളെ കിട്ടൂല. പറയുന്നിടത്തേക്ക് നമ്മുടെ അനുജന്മാരുടെ മനസ്സവർക്ക് മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ അവരുടെ പണി എത്രയായിരിക്കും? അല്ല, പറയണ്ട. വഹാബിസം എതിർക്കപ്പെടണം, കമ്മ്യൂണിസം എതിർക്കപ്പെടണം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഹെഡിങ് എന്റെ ഹെഡിങ് 2 കാര്യം കൊണ്ടാണ്. അങ്ങനെ ശ്രദ്ധ വന്നതുകൊണ്ട് തിരിച്ചു പറഞ്ഞാലേ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നതുകൊണ്ടാണ്. 1, 2 പുറത്തെ ശത്രുവിനേക്കാൾ ഭയങ്കരനും അപകടക്കാരനും അഗസ്ത ശത്രുവാണെന്ന് ഇമാം ഗസാലി. അതുകൊണ്ട്
മുബ്തദി ആണ് അപകടം, ആരെക്കാൾ? നിരീശ്വരവാദിയേക്കാൾ എന്ന് ഇമാം ഗസാലി. ഹെഡിങ് ഒന്ന് മാറ്റിക്കൂടെ? മാറ്റണം, അങ്ങനെ നടക്കണ കാര്യമില്ലല്ലോ. ഇമാം നിങ്ങൾ പറഞ്ഞ കോട്ടൊന്ന് മാറ്റാൻ പറ്റൂ? പെണ്ടം അടിത്തറയിൽ കുഫ്റാണ് ഭയാനകമെങ്കിലും പ്രയോഗത്തിലും പ്രചാരണത്തിലും അപകടം ബിദ്അത്താണ്. കാരണം കുഫർ ഒരിക്കലും ആയത്തോതി ജനങ്ങളെ ക്ഷണിക്കൂല. ബിദ്അത്ത് ജനങ്ങളെ എളുപ്പം വഴി തെറ്റിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തിലേക്ക് പോയവര് ആരാ? കമ്മ്യൂണിസത്തിലേക്ക് പോയവർ ദുനിയാവിൽ വേണ്ടി പോയതാ. ടി കെ ഹംസ സ്വർഗത്തിലെത്താനാണോ അവിടെ? എന്താ നിങ്ങൾ ഓർമ്മ? എന്ത്? ടി കെ ഹംസ കമ്മ്യൂണിസത്തിലേക്ക് സ്വർഗം കിട്ടാൻ പോയതാണോ? അല്ല. ജലീൽ കമ്മ്യൂണിസത്തെ തേടിയത് ഒന്നും കൂടി ഉറച്ച സ്വർഗായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. പിന്നെ ദുന്യാവ് തേടിയവരാണ്. ദുന്യാവ് തേടുന്നവർ എപ്പോഴും കുറവായിരിക്കും. കാക്കട്ടെ. നേരെ മറിച്ച് വഹാബിസത്തിലെ പോയവരാരൊക്കെയാ? അവരൊക്കെ സ്വർഗം തേടി പോയവരാ. അപ്പോ ഒരു കേട്ടു, നരകത്തിന്റെ റിസപ്ഷനിൽ ഒരു അലങ്കാരം ഉണ്ടാക്കി വെച്ചാൽ തിരക്കടില്ലല്ലോ. സ്വർഗത്തിന്റെ റിസപ്ഷനേക്കാൾ നരകത്തിന്റെ റിസപ്ഷൻ നന്നാക്കിയാൽ ജനങ്ങളൊക്കെ ഇവിടെ കയറാം. സ്വർഗത്തിന്റെ റിസപ്ഷനേക്കാളും വലിയ ഹൈ ക്ലാസ്സിലൊക്കെ വലിയ സൗകര്യങ്ങൾ നരകത്തിന്റെ റിസപ്ഷൻ വെച്ചാൽ എന്താവും? എന്റെ മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തെ തേടിപ്പോയവൻ കുഴങ്ങിയാൽ പ്രശ്നമാക്കണ്ട. അവനേതായാലും കമ്മ്യൂണിസം ദുന്യാവും. അതേ സമയത്ത് പഠിച്ചുകൊണ്ടെടുക്കൽ നന്നാവണം, സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയവരെ ആയത്തു അടി തോടിയിട്ട് വിനാശക്കിയത്. അതുകൊണ്ടാണ് ഇവരെ പിശാചിന്റെ പാർട്ടിയായത്. 13 കോടി വഹാബിസം കുത്തി നിറച്ച ഖുർആൻ പരിഭാഷകൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാറ്റിക്കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. മഹ്ദി ഇമാമായി വന്നിട്ടല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. പിന്നെ പൈസ വേണം. പൈസ നമ്മളെ ഇല്ലല്ലോ. എന്താ ചില്ലറ പൊടിയാണ് നടക്കൂലല്ലോ. 13 കോടി ഖുർആനികൾ. എന്നിട്ട് നമ്മൾ പറയാ ഇവരെ എതിർക്കാൻ ഞങ്ങളില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പണി? ടെററിസ്റ്റിനെ എതിർത്തിട്ടില്ലെങ്കിൽ എന്താണ് മുസ്ലിമിന് പണിയുള്ളത്? ഇസ്ലാമിന്റെ മുഖം ഏറ്റവും വികൃതമാക്കിയ അക്രമികളാണ് ആര്? ഭീകരവാദികൾ. അല്ലാഹു അവരെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്തെങ്കിലും വിചാരിച്ച് ലോകത്തുള്ള എല്ലാ ടെററിസ്റ്റുകൾ സംഘടനകളും വഹാബിസാണ്. എല്ലാം മസൂദ് അസർ പഠിക്ക്, പരിശോധിക്ക്. നെറ്റൊക്കെ തന്നെ അറിയാലോ നിങ്ങൾക്ക്. ഇന്നെപ്പോലെ ഈ പഴയ ആളൊന്നല്ല. നിങ്ങളൊക്കെ പുതിയ പുതിയ ആളുകളല്ലേ. നിങ്ങൾ അടിച്ചു പോയിക്കൂടെ? ഇതൊക്കെ പറയുന്ന മുമ്പ് ഇവരൊക്കെ ആരാണ്? വഹാബിയാണ്. ആര്? അസീം ഉമർ. അയാളാണ് ഇന്ത്യയിൽ അൽ ഖായിദ സ്ഥാപിച്ചത്. മസൂദ് അസർ ആരാ? വഹാബിയ. അയാളാണ് ജയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചത്. അവരാണ് 90കളിൽ നിങ്ങൾക്കറിയാലോ ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയത് കേട്ടിട്ടില്ലേ? ആരാ റാഞ്ചിയത്? ജയ്ഷെ മുഹമ്മദ്. ആരാ ജയ്ഷെ മുഹമ്മദ് സംഘടന സ്ഥാപിച്ചാരാ? മസൂദ് അസർ. ആരാ? വഹാബി. എവിടെ പഠിച്ചു? കറാച്ചിയിലെ വഹാബി സ്ഥാപനത്തില്. ഇന്ത്യയിലെ മറ്റൊരു ടെററിസ്റ്റ് സംഘടനയാണ് ഹറക്കത്തുൽ മുജാഹിദീൻ. ആരാ സ്ഥാപിച്ചത്? ഫസ്ലുർ റഹ്മാൻ ഖലീൽ. ഈ ഫസ്ലുർ റഹ്മാൻ ഖലീൽ എവിടെ പഠിച്ചതാ? കറാച്ചിയിലെ വഹാബി കോളേജിൽ. ആര് ചെലവ് നടത്തി? സൗദി വഹാബി. ഇവരൊക്കെ നമ്മൾ പേറണമെന്നോ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്, നമുക്ക് പിണറായി വിജയനോടെ ദേഷ്യമുള്ളൂ. ഇവരൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇവരെ തള്ളിക്കളഞ്ഞിട്ട് ഇസ്ലാമിനോട് നിലനിൽക്കാൻ കഴിയും. ഇവരെ തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിന് ഇവിടെ നിലനിൽക്കാൻ കഴിയും. ലോകത്തെ എല്ലാ അതിനുവേണ്ടി ലോകരാജ്യങ്ങളിലെ 100 കണക്കിന് വഹാബി സൗദി എംബസികൾ വഹാബികൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. സൗദി എംബസികൾ വഴി അവർ പണം ചെലവഴിച്ചു. നിർലോഭം, കോടി. എന്തിന്? വഹാബി പ്രചരണം. ചിന്തിക്കണം. ആ സമയത്താണ് എല്ലാ ടെററിസം ഉണ്ടായത്. ഈ കാലയളവിൽ വേറെ സംഗതി കൂടി അവർ ചെയ്തു. 4 മദ്ഹബിനെയും കയ്യിലൊടുക്കി.
ഇന്ന് ഹനഫി മദ്ഹബിലെ 80% പണ്ഡിതന്മാരും വഹാബികളാണ്. പണം കൊടുത്തു വഹാബികളാണ്. നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ? ഇവരെ നിങ്ങൾ നിസ്സാരമാക്കുന്നു. ഇന്നിപ്പോൾ ഇവർ 4 മദ്ഹബ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. 4 മദ്ഹബിൻ്റെ കാര്യവും വളരെ കുറഞ്ഞ ആളുകളാണ് ഇന്ന് സുന്നികളുള്ളത്. ആ മദ്ഹബിനെ പൊളിക്കുന്നവർ മദ്ഹബിൽ കയറി. 80% ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ വഹാബികൾ. ഹനഫികളായ 80% സാധാരണക്കാർ വഹാബികൾ. ഹംബലി മദ്ഹബിൽ 90% വഹാബികൾ. പണം മേണി സുടുക്കന്നെ. മാലിക്കി മദ്ഹബിൽ 30% വഹാബികൾ. ചെറിയൊരു ശതമാനം ആണെങ്കിലും ഷാഫി മദ്ഹബിലും വഹാബികൾ. പ്രത്യേകിച്ച് ഈജിപ്തിലെ ഷാഫി മദ്ഹബിൽ പല വഹാബികൾ. പ്രത്യക്ഷം പറയും ഷാഫിഈ, പക്ഷെ ആളായിരിക്കും. എന്തുകൊണ്ട്? സൗദിയിലെ വഹാബികളെ പണം പറ്റുന്നുണ്ടോ? അസ്ഹറിലെ കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങളെല്ലാം വഹാബികൾ പുതുക്കി പണിതു, പണം കൊടുത്തു. അപ്പോൾ അസ്ഹറിലെ പണ്ഡിതന്മാർ മെല്ലെ മെല്ലെ ഒരയഞ്ഞ നായായി. ഇവരുണ്ടാക്കി ദുരന്തം എത്രയാ! ഈ ദുരന്തത്തെ എങ്ങനെ നിസ്സാരവൽക്കരിക്കും? പറഞ്ഞോളൂ നിങ്ങൾ. ഷാഫി മദ്ഹബ്, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഹനഫിയിൽ 80% വഹാബി, ഹംബലിയിൽ 90% വഹാബികൾ, മാലിക്കിയിൽ 30% വഹാബികൾ, ഷാഫിയിൽ ഒരു 10% ഷാഫിയിലുണ്ട് വഹാബി. അല്ലാഹു കാക്കട്ടെ. ഇന്ന് മദ്ഹബ് നശിപ്പിച്ചു. പെട്രോളിന്റെ പണം വഹാബികൾക്ക് കിട്ടിയപ്പോൾ മദ്ഹബുകൾ നശിപ്പിച്ചു. പിന്നെന്തൊക്കെ ചെയ്ത്? ലോകരാജ്യങ്ങളിലുള്ള പള്ളികൾ പുതുക്കി പണിതെടുത്തു. എന്തിന്? ഇങ്ങോട്ട് നോക്ക്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഇവർ സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജ്യേഷ്ഠൻ വഹാബിസത്തിനെതിരെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം ആ ഗ്രന്ഥം അവർ നിരോധിച്ചു. ഏതാ ഗ്രന്ഥം? അസ്സവാഇഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ. അസ്സവാഇഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ. വഹാബികൾക്കെതിരെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജ്യേഷ്ഠൻ എഴുതിയ കിതാബാണ് അസ്സവാഇഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ. വഹാബികൾക്ക് സ്വാധീനമുള്ള മുഴുവനും രാജ്യങ്ങളിൽ ആ ഗ്രന്ഥം നിരോധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ കിട്ടൂല, സ്വാധീന സ്ഥലങ്ങളൊക്കെ നിരോധിച്ചു. സൗദികളിൽ നിന്ന് പണം പറ്റുന്ന രാജ്യങ്ങൾ കിട്ടൂല. അത് മാത്രമല്ല, സാവി അതാണല്ലേ അല്ല, ഇത് അണ ലീ ആണ്. നമുക്ക് അണ കിട്ടാനുള്ള പരിപാടിയാണ്. അതിന് അണലി എന്നല്ല പറയാം. തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉണ്ട്. അള്ളാഹു തആല പുറത്തേരട്ടെ. ഈ പ്രഭാഷണം കൊണ്ട് അള്ളാഹു പുറത്തുന്ന വിശ്വാസം. എന്തുകൊണ്ട്? വഹാബികളും രക്ഷപ്പെടണം. നിങ്ങളും ചിന്തിക്കണം. നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. നിങ്ങളോട് റഹ്മത്തുള്ളാഹിക്ക് സഹതാപമാണ്. വഹാബികളെ, നിങ്ങളും തിരിച്ചു പോരണം. വഹാബിസം ക്രൂരമാണ്. നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങൾക്ക് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ലോകരാജ്യങ്ങളിൽ മുഴുവനും മഹാ കിതാബുകൾ നിരോധിച്ചു. ലോകരാജ്യങ്ങൾ ഇതിനേക്കാൾ വലിയ ഭീകരവാദം എന്താ? ഒരു ഇമാമ് എഴുതിയ കിതാബ് നമുക്ക് ആവശ്യമില്ലാത്ത വിട്ടു ഒഴിവാക്കുക, എന്നിട്ട് പ്രസിദ്ധീകരിക്കുക. ഇതിന് വലിയ കള്ളത്തരം എന്താ? ഇതെന്ത് കള്ളത്തര? രാമായണം നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് അതിലില്ലാത്ത, നമുക്ക് ഇഷ്ടമില്ലാത്തൊക്കെ രാമായണത്തിന് വിട്ടൊഴിവാക്കുക. മഹാഭാരതം നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊക്കെ അതിന് വിട്ടൊഴിവാക്കുക. നമ്മളെ ഗ്രന്ഥാവട്ടെ അവതരിക്കട്ടെ. ഒരു നീതിയില്ലേ? ഇവർക്കെന്ത് നീതിയാ? ഈ ആദ്യ തോന്നിയാസം കമ്മ്യൂണിസ്റ്റ് ഇതുണ്ടാ? ചിന്തിക്കണം. കമ്മ്യൂണിസം മാനവ സമൂഹത്തിന് ശത്രുവാണ്. പക്ഷെ അതിനെ നിലക്ക് നിർത്തേണ്ടടുത്ത് നിലയുള്ളവന് നിർത്താൻ കഴിയും. നിലല്ലാത്ത അംസാക്കാക്ക് നിർത്താൻ കഴിയൂല. ഇനി നമുക്ക് നില ഉണ്ടാക്കി കൊടുക്കാനും കഴിയൂല. അംസാക്കാക്ക് നില ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയൂല. മനസ്സിലായാലും ചിന്തിക്കണം. പക്ഷേ
ഈ അംസാക്കടക്കം ഇതൊക്കെ ചേകനൂരി സദ് വഹാബിസത്തിന് ഉൽപ്പന്ന. ജാമിദ വഹാബിസത്തിന് ഉൽപ്പന്ന. ജാമിദ പറ. ജാമിദ മുസ്ലിം ഉമ്മത്തിനെ ഇന്നേറ്റവും കൊഞ്ഞനം കുത്തുന്ന ജാമിദ വഹാബിസത്തിന് ഉൽപ്പന്ന. ജബ്ബാർ നിരീശ്വരവാദിയായ ജബ്ബാർ വഹാബിസത്തിന് ഉൽപ്പന്ന. ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ ഒക്കെ വഹാബിയാണ്. എല്ലാം അങ്ങനെയാണ്. വഹാബിസത്തിന് ഭീകരവാദം ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. എവിടെ വഹാബിസമുണ്ടോ അവിടെ ഭീകരവാദം ഉറപ്പായിട്ടുണ്ടാവും. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പഴയ കാലത്ത് എഴുതി വെച്ചിരുന്നു. അങ്ങനെയാണ് എഴുതി ചെയ്യപ്പെട്ട്. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യം ഉണ്ട് എന്ന് പറയും പോലെ എവിടെ വഹാബികൾ ഉണ്ടോ അവിടെ ഭീകരവാദം ഉണ്ട്. വഹാബിയാകൽ തന്നെ ഭീകരവാദം. ഇനി വേറെ ഭീകരവാദം വേണ്ട, വഹാബിയാകൽ. കാരണം ലോകത്തെ ആദ്യത്തെ ഭീകരവാദി, ഈ ആധുനിക മുസ്ലിമീങ്ങളിൽ ആദ്യത്തെ ഭീകരവാദി വഹാബിയാണ്. എന്താ വഹാബിസത്തിൽ എന്താ ഭീകരവാദം എന്ന് പണ്ട് ബോബനം മോളിയിൽ ഒരു ഫലിതം വന്നിരുന്നു. കുട്ടികൾ ബസ്സിന് കല്ലെറിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചുകൂടിയപ്പോൾ അച്ഛന്മാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ രക്ഷിതാക്കൾ ചെന്നപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ബസ്സിന് കല്ലെറിഞ്ഞപ്പോൾ ഞങ്ങൾ പിടികൂടിയതാണ് പോലീസുകാർ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ സമാധാനപൂർവ്വം ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ കാരണമില്ലാതെ ഞങ്ങളെ പിടികൂടിയത് എന്ന് പറയുമ്പോൾ അങ്ങനെ വാക്കുണ്ട്. ഞങ്ങൾ സമാധാനപൂർവ്വം ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാരണമില്ലാതെ പോലീസ് ഞങ്ങളെ പിടികൂടിയത് എന്ന് പറയും പോലെയാണ്. വഹാബിസമാകൽ തന്നെയാണ് ഭീകരവാദം. അത് എക്സ്ട്രീമിസ്റ്റ് അല്ല, അത് ടെററിസം. കാരണം ഏറ്റവും വലിയ ടെററിസ്റ്റ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. രക്തം ചിന്തിയന് കണക്കില്ല, കൊള്ളയടിച്ചതിന് കണക്കിൽ. നിങ്ങളെ കിതാബ് പറയുന്നത് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക്. എനിക്കെൻ്റെ റബ്ബ് തൗഫീഖ് കൊണ്ട് പറയാണ്, നീ എന്ത് പറയും ആ റഹ്മത്തുള്ള അങ്ങനെയൊക്കെ നാവ് ടലച്ച് പറഞ്ഞിട്ടും ആ കിതാബ് നിന്റെ കിതാബ് നിനക്കൊന്ന് തുറന്നു നോക്കിക്കൂടായിരുന്നു. അന്ന് ചോദിച്ചാൽ എന്ത് പറയും? റബ്ബി ചോദിച്ചാൽ എന്ത് പറയും? എന്തൊക്കെ അവർ ചെയ്തത്? സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫിത്നത്തുൽ വഹാബിയ നിരോധിച്ചു. അതുപോലെ നൂറുകണക്കിന് സുന്നി ആലിമീങ്ങൾ വഹാബികൾക്ക് രംഗങ്ങളെല്ലാം വഹാബി സ്വാധീനമുള്ള രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും നിരോധിച്ചു. മഹാനായ ഷാദുലി ത്വരീഖത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ദലാലുൽ ഖൈറാത്ത് എഴുതിയത്. ആരുടെ? ബഹുമാനപ്പെട്ട അതേ ജസൂലി, ഇമാം ജസൂലി തങ്ങളുടെ ദലായിലുൽ ഖൈറാത്ത് നിരോധിച്ചു. എല്ലാം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും എവിടെയെല്ലാം വഹാബിയത്ത് പ്രചരിപ്പിക്കാൻ കഴിയുമോ അവിടെയെല്ലാം അതിനവർ ഉൽപ്പന്നങ്ങളെ ഇറക്കി. ഇന്ത്യയിൽ നിന്ന് സാക്കിർ നായിക്കിനെ ഇന്ത്യ 2016 പുറത്താക്കിയപ്പോൾ സൗദിയുടെ ഒത്താശയോടുകൂടെ മലേഷ്യയിൽ സിറ്റിസൺ കൊടുത്തു. എന്താ പണി? വഹാബിസ നിർമ്മാണം. കോടിക്കണക്കിന് പണം ചെലവാക്കിയ മലേഷ്യയെ വഹാബിവൽക്കരിക്കും. ഇന്തോനേഷ്യയെയും അതിനനുസരിച്ച് ബ്രൂണെ, ഹോങ്കോങ്, ഇവിടെയൊക്കെ മുസ്ലിം. മനസ്സിലായില്ല? ഏറ്റവും വലിയ നിങ്ങൾ എന്താ ചിന്തിക്കാത്ത? എന്താണ് സാക്കിർ നായിക്കിന്റെ പണി? ആരാണ് ഇയാൾ? ആരയാൾ? വഹാബി അഹ്ലാദിസ്കാരൻ. എങ്ങനെയാ ഉളു കൊടുക്കേണ്ടത് ചോദിച്ചാൽ സാക്കിർ നായിക്ക് പറയും, ഖുർആനും ഹദീസ് നോക്കി ഉളു കൊടുത്താൽ മതി. വേണ്ട. ഇപ്പോൾ അവർ ഹദീത്തിൽ നിന്ന് നിസ്കരിക്കാനും ഉളു കൊടുക്കാനുമുള്ള ഒരു പുതിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാക്കിർ നായിക്കിന്റെ സംഘടന. മനസ്സിലായില്ല? ഹദീസൊക്കെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ നിസ്കാരം നടത്തും. ചേകനൂർ ആ പരിപാടി നടത്തിയിരുന്നു. ഒരിക്കൽ തിരൂരിലൊരു ടൂറിസ്റ്റ് ഹോമിലേക്ക് ഒരു സംഘം ആളുകളെ വിളിച്ച് നിസ്കാരം കാണിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് ഖുർആൻ നോക്കി നിസ്കരിക്കാറ്. എന്ന ആയത്തോടി എന്നിട്ട് ഖിയാമിൽ വന്നിട്ട് നേരെ സുജൂദിലേക്ക് പോയിട്ട് പിന്നെ റുക്കുവിലേക്ക്, പിന്നെ ഖിയാമിൽ വന്നിട്ട് റുക്കുവ് ചെയ്തു, പിന്നെ രണ്ടാമത് കൈ അയച്ച് പിന്നെ ഊത്തു. എങ്ങനെ നമുക്ക് ആയത്തനുസരിച്ച് നിസ്കരിക്കുക. ആദ്യം സുജൂദും പിന്നെ റുക്കുവിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ സാക്കിർ നായിക്ക് ഖുർആൻ അനുസരിച്ചുള്ള നിസ്കാരം. മൗലിയമാരുടെ എല്ലാ ഒക്കത്തും സാക്കിർ നായിക്കിന്റെ എൻ്റെ അമ്മിക്കുട്ടിയ പറഞ്ഞോ പുറത്ത്. എനിക്കെന്താ സുഖ? എനിക്കാണ് പണിയില്ലല്ലോ.
സുന്നികൾക്ക് പണിയില്ലല്ലോ. സുന്നികൾക്ക് നാടാകെയുള്ള എല്ലാ മതഗ്രന്ഥങ്ങളെയും ആക്ഷേപിക്കുന്ന പണിയുണ്ടാ. നേരം വൈകുന്നേരമായാൽ ഖുർആൻ ബൈബിൾ സംവാദം എന്ന പേരിൽ ഇവിടെ നാടകം തുടങ്ങിയതാരാ? വഹാബി. സ്വഹാബത്ത് വന്നിട്ട് രാമായണത്തിനെതിരെ വെല്ലുവിളിച്ചിട്ടുണ്ടാ? താബിഈങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടാ? അത് നമ്മളെ രീതിയാണോ? അത് നമ്മളെ രീതിയാണോ? പറയാണോ? അല്ല. കേരളത്തിൽ വർഗീയത വളർത്തിയതാരാ? എം അക്ബർ. അല്ലാതാരാ? അന്യ സമുദായക്കാരുടെ ഗ്രന്ഥങ്ങളെ പരസ്യമായി അവഹേളിക്കുക ഒരു മുസ്ലിമിന് പാടുണ്ടോ? ഇത് പ്രബോധനാണോ? ഏതെങ്കിലും സ്വഹാബത്ത് ഒരു നാട്ടിൽ പോയി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, രാമായണവും മഹാഭാരതവും വെല്ലുവിളിക്കുന്നു, കൊണ്ടുവരിന്ന് പറഞ്ഞ് ഒരു സ്വഹാബി രാമായണത്തെ വെല്ലുവിളിച്ച ചരിത്രം ആരാ നടത്തിയത്? എം അക്ബർ. എന്താ ലക്ഷ്യം? വഹാബിസം പ്രചരിപ്പിക്കുക. അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് റബ്ബേ, നിങ്ങൾ നോക്കി കളി. മൂല്യന്മാരൊക്കത്ത് വരെ എം അക്ബറിന്റെ കേസറ്റാ. എം അക്ബറിനെ പോലീസ് കൈകാര്യം ചെയ്യണമെന്ന അഭിപ്രായം എനിക്കില്ല. ഒരാളെയും പോലീസ് കൈകാര്യം ചെയ്യാൻ എനിക്ക് അഭിപ്രായമില്ല. പോലീസ് ഒക്കെ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് എനിക്കുള്ളത്. പക്ഷേ എം അക്ബറിന് ഒരു പോലീസ് നടപടി ഉണ്ടായപ്പോൾ ഏറ്റവും വേദനിച്ചത് ചില സുന്നി സ്ഥാപനങ്ങളിലെ മൂല്യന്മാർക്കായിരുന്നു. ഭയങ്കര ശരിയല്ലേ പറയണത്? അവർക്ക് എന്തേ? അവർക്ക് ഈ സോക്കട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, അറിയും. സോക്കട് നമ്മൾ എണ്ണിയങ്ങൾ കൊടുങ്ങും. സോക്കടൊക്കെ നമുക്ക് അറിയും, റിപ്പോർട്ടൊക്കെ ഉണ്ട്, കൃത്യുണ്ട്. പക്ഷേ പെണ്ണിക്കണ്ട, എൻ്റെ അവസരമല്ല. എന്താണിത്? പണി എന്താ? സാക്കിർ നായിക്കിന്റെ പണി എന്താ? ഇതെന്റെ മത. എന്താ ഒരു ഉദ്ദേശം? എന്താ? 10,000-കണക്കായ ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് മണിമണിയായി അന്യഗ്രന്ഥങ്ങളെ മോശത്തരം പറയുമ്പോൾ 2 പ്രശ്നം ഉണ്ടാവും. എന്താ 2 പ്രശ്നം? ഒന്ന്, അന്യ സമുദായക്കാർ ആ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നവർ നമ്മെ വെറുക്കും. ഇന്ത്യയിൽ പൊതുവെ സാക്കിർ നായിക്കിന്റെ പടയോട്ടവും കേരളത്തിൽ എം അക്ബറിന്റെ പടയോട്ടവുമാണ് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വർഗീയവാദം വളർത്തിയത്. അത് തെറ്റാണ്, തിന്മയാണ്. നമ്മളെ രീതിയല്ല. ശംസുൽ ഉലമ എന്ത് പറയുന്നു എന്ന് നോക്കാം. ഈ മഹാഭാരതവും രാമായണവും ബൈബിളും കലക്കി കുടിച്ച മനുഷ്യൻ എന്ത് പറയുന്നു എന്ന് നോക്കാം. ഈ മനുഷ്യൻ ഇതൊക്കെ അറിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമാണ്. ആ വിവരമൊക്കെ ഉണ്ടായി വെക്കണം. പക്ഷെ ഒരു അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ അത് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ഈ മനുഷ്യന് ഈ വിവരം ഉണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല. ഒരു അത്യായുധം വന്നപ്പോൾ ഉപയോഗിച്ചു. അല്ലാതെ വൈകുന്നേരമായാൽ രാമായണത്തിനെ വെല്ലുവിളിക്കുക, മഹാഭാരതത്തെ വെല്ലുവിളിക്കുക. പള്ളിയിലും മദ്രസയിലും ഒക്കെ സഹകരിക്കുന്ന വയലിനും ഓത്തിനും പാട്ടിനും നീർച്ചക്കും കല്യാണത്തിനും എല്ലാത്തിനും സഹകരിക്കുന്ന സാധുക്കളായ ആളുകളില്ലേ? അപ്പുറത്ത് രാമല്ലേ, കൃഷ്ണല്ലേ, ഗോപാലനില്ലേ? ഗോപാലിന്റെ വീട്ടിലെടുത്ത് ഒരു വാഴക്കൊല വലിച്ചാൽ പുറത്ത് വയലുണ്ടാകണം, ഈ കൊല വെട്ടിട്ട് ഇവിടെ കൊടുക്കും. എന്തേ ഇല്ലേ? നിങ്ങൾ ലേലം വിളിച്ചോളി, മദ്രസയ്ക്കായിക്കോട്ടെ. 100 കണക്കിനാണിപ്പോ എനിക്കുണ്ട്. ഹിന്ദുക്കളെ കൊടുത്ത മുതൽ ലേലം ചെയ്ത 100 കണക്കിനാണിപ്പോ എനിക്കുണ്ട്. എന്നിട്ട് അപ്പുറത്ത് നമ്മളവനെ വെല്ലുവിളിക്കുക. ഇതെന്ത് ദീന മനുഷ്യന്മാരെ? ഈ എം അക്ബറൊക്കെ ചെയ്യുന്ന എന്ത് ദീന? ഇതുകൊണ്ട് ഇവിടെ മതസ്പർദ്ധ ഉണ്ടായത്. ഇത് ഞാൻ 10 കൊല്ലം മുമ്പ് ജാമ്യയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പലരും എന്നെ കളിയാക്കി. എന്താ പറഞ്ഞു നോക്കാം? അല്ല, ബാപ്പ നമ്മുടെ ബാപ്പ, നമ്മളല്ലാത്തൊരു നമ്മളെ പറയണത് ഈക്കക്കാരിയാണ്. അങ്ങനെയല്ല നമ്മളെ പേര്. നമ്മൾക്ക് പുറത്തുള്ള പേരാണ് എന്ത് പറയും മനുഷ്യന്മാരെ? ഈക്കക്കാരിയാണ്. എന്റെ നമ്മളെ ഈക്കക്കാരന് നമ്മളെ ബാപ്പ ആരന്യ? ഈക്കന്യ ശംസുൽ ഉലമ റഹ്മഹുല്ലാ എന്ന് പറയൂ. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. 40 കൊല്ല കസേരയിലിരുന്ന് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം കാണിച്ച, പകരം വെക്കാനില്ലാത്ത 20-ാം നൂറ്റാണ്ടിലെ സുൽത്താനാണ് ശംസുൽ ഉലമ. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഈ മനുഷ്യൻ എന്താ പറയുക നോക്കാം? ഈ ദുനിയാവിൽ ഇതൊക്കെ കലക്കി കുടിച്ച മനുഷ്യനാ. ഭാഷകൾക്ക് കണക്കില്ല. ഫാരിസി, ഉറുദു, അറബി, ഹിന്ദി, ഇംഗ്ലീഷ്, എല്ലാം എല്ലാം സുനിയാൻ എല്ലാം. എന്നിട്ട് എൻ്റെ ഒരാളൊരു വിരോധമല്ല.
കൃഷ്ണയ്യർക്ക് സോക്കടായപ്പോൾ മന്ത്രിച്ചുനാമത് ശംസുലുലമയാണ്. വാദപ്രധാനം നടന്ന ആ ഒരു സ്നേഹം ഉണ്ടാവും. ശംസുലുലമയെ അനുസ്മരിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ശംസുലുലമയുടെ ജീവിത ചിത്രത്തെക്കുറിച്ച് മഹാനായ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞത്. കാരണം കൃഷ്ണയ്യർ കോഴിക്കോട് ബാറിൽ വക്കീലായിരുന്ന കാലത്ത് ഒരു പ്രയാസം ബാധിച്ചു. അപ്പോൾ നേരെ മുക്കത്തെ വീരാംട്യാജിയായി ഇരിക്കുന്നതിൻ്റെ ഓർമ്മ, വീരാംട്യാജിയോ മറ്റോ നേരെ ശംസുലുലമയെ വെള്ളിമാടുന്ന് കൂട്ടി വന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മന്ത്രിച്ചു കൊടുത്തു. കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട്, ഓരോ തവണ മഹാൻ മന്ത്രിക്കുമ്പോഴും എന്തോ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി പൂർണ്ണനായി ഞാൻ മുക്തനായി എനിക്ക് ബോധ്യപ്പെട്ടു. അതൊക്കെ പറഞ്ഞ് മനസ്സിലായോ? ഈ ബന്ധം എന്തിനെ തകർക്കണ്? രാമായണത്തെയും മഹാഭാരതത്തെയും അവഹേളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അവർ നമ്മൾ സഹോദരങ്ങളല്ലേ? അവർ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ ജനങ്ങൾ സഹോദരി സഹോദരന്മാരാണെന്ന് നമ്മൾ റിപ്പബ്ലിക്കിനും ആഗസ്റ്റിനെങ്കിലും പറയുന്നുണ്ടല്ലോ. ഇന്ത്യ പറയുന്നില്ലേ? എന്ത് അതല്ലേ നമ്മൾ അടിത്തറ? നമ്മൾ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? പറയൂ, അങ്ങനെ തന്നെയല്ലേ? നമ്മളൊക്കെ രാജ്യത്തെ സ്നേഹിക്കുന്നവരല്ലേ? ഈ രാജ്യത്ത് ഞാൻ ആരാ? ഇന്ത്യക്കാരൻ. പേരുകൾ കേൾക്കൂല. ഗോപാലനായാലും മുഹമ്മദായാലും നാട്ടുകാരന് മനസ്സിലായില്ലേ? അപ്പുറത്തൊരു മിസ്രി അബ്ദുറഹ്മാനാണ്. ഗോപാലന, നമ്മൾ ഗോപാലിനോട് സംസാരിക്കുള്ളൂ, അബ്ദുറഹ്മാൻ സംസാരിക്കുള്ളൂ. എന്തുകൊണ്ട് മനസ്സിലായില്ല? ഓൻ മിസ്രിയ, നമ്മൾ ഇന്ത്യക്കാരൻ. ഗോപാലനാണെങ്കിൽ എൻ്റെ നാട്ടുകാരൻ. ഞാനൊരു നാട്ടിലൂടെ വെള്ളം ഇറങ്ങി പോയി വഴി തെറ്റി ഒരു വൈകുന്നേരം. അങ്ങനെ വഴി ചോദിക്കുമ്പോൾ ആ നാട്ടിൽ ഒരു അത്ഭുതം. എൻ്റെ ഒരു നാട്ടിന്, എൻ്റെ നാട്ടിൻ്റെ പരിസരത്തുള്ള ഒരു ജോസി എന്നൊരു സഹോദരൻ, ഒരു ക്രിസ്തീയ സഹോദരൻ ചായക്കട നടത്തുന്നുണ്ട്. അല്ലോ നമ്മളെ മൂല്യരല്ലേ എന്ന് പറഞ്ഞ് പാഞ്ഞു വന്ന്. എനിക്ക് നേരം വൈകുന്നേരം ഇവിടുന്ന് അങ്ങനെ പോകാൻ പറ്റില്ല, ഇവിടുന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ കൂടിയ പല ഹിന്ദുക്കളും ക്രിസ്ത്യ ഇവന് ചായ കടി ഞാൻ പറഞ്ഞില്ലേ നേരം വൈകിട്ടുണ്ട് ജോസെ, അതൊന്നും പറ്റൂല. നമ്മളെ മൂലേരി നമ്മളെ ഏരിയയിൽ വന്നിട്ട് അങ്ങനെ പോകാൻ പറ്റൂല. ഭക്ഷണം തന്നെ നമ്മൾ പറഞ്ഞിട്ടോ. അവസാനം ഞാൻ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി കാറ് കയറിയപ്പോൾ ഒരു കൊല വാഴപ്പഴം കൊണ്ട് ഓടി വന്ന് കാറിൻ്റെ ഡിക്കി ഡ്രൈവറെ കൊണ്ട് നിർബന്ധിച്ച് ഉറപ്പിച്ച് വെച്ച്. എന്നിട്ട് പിറ്റേന്ന് ഞാൻ അവിടെ ബൈബിളിനെ ചീത്തറിയാൻ പോവുക. അയ്യ നാണുണ്ടോ നിങ്ങൾക്കിത്? ഈ ബന്ധം തകർത്തതാര? എം അക്ബർ. അത് ദീനി പ്രബോധനം അല്ല. അതിന്റെ പ്രത്യേകത വഹാബി ഐഡിയോളജിയാ. അവർക്ക് വഹാബി ചെറുപ്പക്കാരെ മസ്ലിം ഇങ്ങനെ പൊക്കിയിട്ട് അതിൽ ആകൃഷ്ടരാക്കി വഹാബിയാക്കാം. നാട്ടുകാരൊന്നും മുസ്ലിം ആയിട്ടില്ലെങ്കിലും വഹാബിയാവും. മൂല്യമാരൊക്കെ വഹാബിയായി. ഇനി പ്രധാനപ്പെട്ട 2 കാരണക്കാർ, ഒന്ന് സാക്കിർ നായിക്കും, ഒന്ന് എം അക്ബറും. നിങ്ങൾ മുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് 100 കൊല്ലം കൊണ്ട് ഇടവണ്ണയും പുളിക്കലയും കോളേജിൽ നിന്ന് നടക്കാത്തതാണ് നിങ്ങൾക്ക് 10 കൊല്ലം കൊണ്ട് നമ്മളടി നടന്നത്. ഇനി മുദരിസൻ നടത്തിക്കോളും. എന്തുകൊണ്ട്? ഇവരൊക്കെ മഹത്വം പറഞ്ഞാലും മുദരിസിന് നാവ് തീരൂല. ശംസുലുലമന്റെ മഹത്വം മൂപ്പർക്ക് അറിയില്ല, കണ്യത്തിന് മഹത്വം അറിയില്ല, ഖാജ മൊയ്തീൻ ചിശ്തിന്റെ മഹത്വം അറിയില്ല. ഇന്ത്യയിൽ ഇസ്ലാം മത പ്രബോധനം നടത്തി ആരാന്ന് വെച്ചാൽ മൂപ്പര് പറയാം സാക്കിർ നായിക്കാണ്, ഖാജയാണെന്ന് അറിയില്ല. മൂപ്പർക്ക് സുൽത്താനുൽ ഹിന്ദ് ഖാജല്ല, സുൽത്താനുൽ ഹിന്ദ് ഖോജയാണ്. എന്ത് ഇവരെ നമ്മൾ പേരണമെന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കണം വഹാബികളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കണം. ഇതൊരു ഈ മനുഷ്യൻ അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയൂല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഒഴിവാക്കാതെ നിങ്ങൾ നന്നാവൂല. നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കണം. മഹാനായ ശൈഖുനാ ശംസുലുലമ സമസ്ത പ്രവർത്തനം മുസ്ലിങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ശംസുലുലമയോട് ചോദ്യം, ഉത്തരം അങ്ങനെയൊന്നുമില്ല. മുസ്ലിമീങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തണം എന്നൊന്നുമില്ല. മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായി തീരണം. ഇസ്ലാമിക പ്രബോധനത്തിന് ഏറ്റവും ഉചിതമായ മാർഗം അതാണ്, അല്ലാതെ ബൈബിളിനെ വെല്ലുവിളിക്കല്ല. മുസ്ലിമീങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുക. മുസ്ലിങ്ങൾ ശരിയായ രീതിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ അത് കണ്ട് മനസ്സിലാക്കി സ്വയം നന്നാവും. പൂർവികരുടെ ചരിത്രം അതാണ് തെളിയിക്കുന്നത്. എണ്ണത്തിൽ കുറെ മുസ്ലിമുകളെ ഉണ്ടാക്കി ജനസംഖ്യ പെരുപ്പിച്ച് കാണിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ല? ചിന്തിക്കണം. എണ്ണത്തിൽ കുറെ
മുസ്ലിങ്ങളെ ഉണ്ടാക്കി ജനസംഖ്യ പെരുപ്പിച്ച് കാണിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് ഉള്ളവർ യഥാർത്ഥ മുസ്ലിങ്ങളായാൽ അത് വലിയ നേട്ടങ്ങളാവും. ഈ നയമാണ് സമസ്ത അംഗീകരിക്കുന്നത്. സമൂഹ സംസ്കരണത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. അമൂല്യരത്നങ്ങൾ ഷംസുൽ ഉലമയുടെ പത്രക്കാർ ചോദിച്ചപ്പോൾ മറുപടി എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. നീട്ടുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെയെല്ലാം ഇന്നിതാ ഇത് പാവപ്പെട്ട സുന്നികളുടെ രാജ്യങ്ങളാ. മലേഷ്യ, ഇന്തോനേഷ്യ, 10,000-കണക്കായ ആളുകൾ വഹാബിയെ കൊണ്ടിരിക്കുക. ആരാ കാരണം? സക്കർ നായിക്ക്. പിന്നെയോ പിന്നെ ഒരു ഫിക്കങ്ങിരിക്കൂല. പിന്നെ അവർക്ക് ഖുർആൻ തോന്നിയ മാതിരി ചെയ്യും. ഈ കാലയളവിൽ ഈ 10, 30, 35 വഹാബികളുടെ രാജ്യങ്ങളിൽ പെട്രോൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് മുസ്ലിം ലോകത്ത് ഭീകര സംഘടനകൾ ഉണ്ടായത്. 1400 കൊല്ലം ഉണ്ടായിട്ടില്ല. 1400 ശേഷമാണ് മുസ്ലിങ്ങളിൽ ഭീകര സംഘടന ഉണ്ടായത്. എന്തുകൊണ്ട്? വഹാബികൾക്ക് പെട്രോളിന്റെ പണം കിട്ടി. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കി. ഞാൻ ലോകത്തെ അതിപ്രശസ്തമായ ലോകപ്രശസ്തമായ ഭീകര സംഘടനകളുടെ ലിസ്റ്റ് വായിക്കാം. നേരെ മുകിലുണ്ടാ കേട്ടോ. ഒന്ന് അബ്ദുള്ള അലം ബ്രിഗേഡ്, ലെബനാൻ. എന്താണ് അവരുടെ ഐഡിയോളജി? വഹാബിസം. അടിച്ചോക്കി നെറ്റില്. 2 ഏഡൻ അഭയാൻ ഇസ്ലാമിക് ആർമി, യമൻ. എന്താ ഐഡിയോളജി? വഹാബിസം. അവരുടെ അഖീദ വഹാബിസം. ഫിലിപ്പീൻസിൽ അബൂ സയ്യാഫ് ഗ്രൂപ്പ്. എന്താണ് അഖീദ? വഹാബിസം. 4 ചെച്ചൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ചെച്ചനിയ. എന്താണ് അഖീദ? വഹാബിസം. ഈസ്റ്റ് തുർക്ക്മാനിസ്ഥാൻ മൂവ്മെന്റ്, ചൈന, തുർക്ക്മാനിസ്ഥാന്. എന്താണ് ഐഡിയോളജി? എന്താ അഖീദ? വഹാബിസം. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ. തുർക്ക്മാനിസ്ഥാനത്തോട് ഏകദേശം അടുത്ത ചൈനയുടെ പ്രവിശ്യകളിൽ ഒന്നാണ് ഒഴുകൂർ മുസ്ലിമീങ്ങൾ 1000-കണക്കായ കൊല്ലം മുസ്ലിങ്ങളായി ജീവിച്ചു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിനിടയിലേക്ക് വഹാബിയത്തുമായി ഈസ്റ്റ് തുർക്ക്മാനിസ്ഥാൻ മൂവ്മെന്റ് വന്നു. അവരിൽ വഹാബിയത്ത് കൊണ്ടുവന്നപ്പോൾ വഹാബിയത്ത് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി എന്തുണ്ടാവും? ടെററിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചൈനക്ക് അവരെ ഒതുക്കേണ്ടി വന്നു. ചൈന ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കാരണക്കാരനാരാ? ഇസ്ലാമിക സമുദായത്തിന്റെ പേരിൽ വഹാബിയന്നുള്ളി. പഠിക്ക്. ഇവരെ നമ്മൾ തോളിലിട്ടാൽ നാളെ മലബാർ ഉണ്ടാവില്ല. ഇവരെ നിങ്ങൾ താലോലിക്കാൻ നിങ്ങൾക്കൊല്ല സോക്കണമെന്നാണ്. ഈ ഭീകരവാദികളെ ലോകത്തെ എല്ലാ ഭീകര സംഘടനകളും വഹാബിസം. ഈജിപ്ത് ഇസ്ലാമിക് മൂവ്മെന്റ്. എന്താ അഖീദ? വഹാബിസം. ഹിസ്ബുൽ ഇസ്ലാം സൊമാലിയയില്. എന്താ അഖീദ? വഹാബിസം. നെറ്റിൽ അടിച്ചു നോക്ക്. വേറെയുണ്ട് ഷബാബ്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. സോമാലിയിലുള്ള ഏകദേശം മക്ബറകളെല്ലാം പൊളിച്ചു. അവിടുത്തെ ടെററിസ്റ്റ് മൂവ്മെന്റ്. ടെററിസ്റ്റുകൾ ഇസ്ലാമിന് എതിരായ ആളുകളോട് യുദ്ധം ചെയ്യാൻ വന്നിട്ട് ആദ്യം വിളിക്കണത് മക്ബറയാ. എന്തുകൊണ്ട്? ഉദ്ഘാടനം ചെയ്ത് മക്ബറ പൊളി ഉദ്ഘാടനം ചെയ്ത ആളാരാ? നേരെ വയ്യത് പറയാതിരിക്കണ്ട. ثم إن الشيخ أراد أن يهدم قبة زيد بن الخطاب رضي الله أتى عند بلد الجبيلة فقال عثمان ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായ സെയ്ദ് ബിൻ ഖത്താബ്. ഈ പുസ്തക കിതാബിന്റെ വഹാബികളുടെ താരീഖിന്റെ 39-ാമത്തെ പേജ്. ജുബൈലയിൽ പോയി അവിടെ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ഉണ്ടായിരുന്നു. ആ മക്ബറയിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാ പോകുന്ന ജനങ്ങളോട് പ്രബോധനം ചെയ്താൽ ഇങ്ങോട്ട് പോലും അന്നാണില്ല. അതുകൊണ്ട നിങ്ങൾ കളിക്കണ്ട. മക്ബറയിൽ എന്താ നടക്കണത്? അവിടെയുള്ള ആളുകൾക്ക് പാർട്ടിയോട് വേർക്കും. ആരോട് വേർക്കും? ആരോട് ചെയ്യും? അള്ളാഹുവിനോട്. അല്ലാതെ എന്താ? നീ ഇസ്തിഗാസ നടത്തിയാലും ഇസ്തിഗാസ ശിർക്കാൻ നിൽക്കാനും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇസ്തിശ്വാണ്.
അത് പറയുന്ന സമയമല്ല ഇപ്പോൾ, അതിൻ്റെ വാദവുമല്ല. വാദമല്ല, ഞാൻ വാദത്തിന് വേണ്ടി വന്നല്ല. ഞാൻ അതുമ്പോൾ ആരെങ്കിലും പിടിച്ചുകൂടി റോഡോട് വെച്ച് നോക്കുന്നുണ്ടോ? ഇതൊന്നും ആകാതെ മൂതരക്കല്ല് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കൂട്ടരിയാടും. രാജാവിന്റെ ജുബൈലയിൽ പോയപ്പോൾ രാജാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മാത്രല്ല ICS പിടിച്ച നാടുകളിലെല്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പുസ്തകമാണ് വിതരണം ചെയ്യുന്നത്. എത്ര തെളിവ്, എത്ര വഹാബിസം. ജാബത്ത് സുഹ്റ സിറിയ എന്താ അഖീദ വഹാബിസം. ജയ്ഫുൽ അദലെ ഇറാന് എന്താ അടിസ്ഥാനം വഹാബിസം, അഖീദ വഹാബിസം. ജമാഅ അൽ ശറൂത്ത് തൗഹീദ് ഇന്തോനേഷ്യ എന്താണ് ആ ടെററിസത്തിന്റെ അഖീദ വഹാബിസം. ജമാഅ ഇസ്ലാമിയ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂര് എന്താണ് അവരുടെ ഐഡിയോളജി? വഹാബിസം, സലഫിസം. സലഫിസം തന്നെ വഹാബിസം. ജുന്ദുള്ള പാകിസ്ഥാനിലെ ജുന്ദുള്ള എന്താ ഐഡിയോളജി? വഹാബിസം. ലെബനാൻ, സിറിയ, അഫ്ഗാന്, ഖത്തർ എന്ന രാജ്യങ്ങളിൽ ഒളിപ്രവർത്തനം നടത്തുന്ന ജുന്ദുഷാം എന്താ ഐഡിയോളജി? വഹാബിസം. ഖലീഫ ഇസ്ലാമിയ മിൻതാനോ ഫിലിപ്പീൻസില് എന്താ ഐഡിയോളജി? കുറഞ്ഞ മുസ്ലിമീങ്ങളെ ഉള്ളൂ ക്രിസ്ത്യാനികൾക്കിടയിൽ, എന്നിട്ടും ടെററിസ്റ്റ് സംഘടന. എന്താ ഐഡിയോളജി? വഹാബിസം. ലക്ഷാർ ത്വയ്ബ പാകിസ്ഥാന് എന്താ ഐഡിയോളജി? വഹാബിസം. ലിബിയ ഇസ്ലാമിക് ഫൈറ്റിംഗ് ഗ്രൂപ്പ് ലിബിയയിലെ എന്താ ഐഡിയോളജി? വഹാബിസം. ലിവാഉൽ ഇസ്ലാം സിറിയ എന്താ ഐഡിയോളജി? വഹാബിസം. ലിവാഉ തൗഹീദ് സിറിയ തന്നെ എന്താ ഐഡിയോളജി? വഹാബിസം. മൊറോക്കോ ഇസ്ലാമിക് കോമ്പറ്റ് ഗ്രൂപ്പ് എന്താ ഐഡിയോളജി? വഹാബിസം. മൂവ്മെന്റ് ഫോർ തൗഹീദ് ആൻഡ് ജിഹാദ് മാലി എത്ര മഖ്ബറയാണ് പൊളിച്ചതെന്ന് കണക്കില്ല. മാലിയിലെ തിമ്പത്തു എന്ന സ്ഥലത്ത് 333 ഔലിയാക്കന്മാരെ നഗരം എന്നാണ് പറയാ. അവിടെ 3/4 ഭാഗവും പൊളിച്ചു കളഞ്ഞു. മൂവ്മെന്റ് ഓഫ് തൗഹീദ് ആൻഡ് മൂവ്മെന്റ് ഫോർ തൗഹീദ് ആൻഡ് ജിഹാദ്. എന്താ ഐഡിയോളജി? വഹാബിസം. 3000 കിതാബുകളുള്ള ഏറ്റവും വലിയ പൗരാണിക കുത്തുബ്ഖാന മാലിയിലുള്ള 3000-ഓളം കിതാബുകൾ കരിച്ച് എന്റെ സുന്നി കിതാബുകളാണ്. എന്നിട്ട് തോളിലേറ്റ എവിടെ സുന്നികളെ ഗ്രന്ഥങ്ങൾ കണ്ടാൽ ചുട്ടുകരിക്കും, എവിടെ സുന്നികളെ കിട്ടിയാൽ കൊണ്ടുകളയും. ഇസ്ലാമിന്റെ മുഖത്തെ നാമാവശേഷമാക്കി. സലഫിയ ജിഹാദിയ മൊറോക്കോ എന്താ ഐഡിയോളജി? വഹാബിസം. ശുക്ർഷാം സിറിയ എന്താ ഐഡിയോളജി? വഹാബിസം. തൗഹീദ് വൽ ജിഹാദ് ഇറാഖ് എന്താ ഐഡിയോളജി? വഹാബിസം. ടുണീഷ്യൻ കോമ്പാറ്റ് ഗ്രൂപ്പ് ടുണീഷ്യയില് എന്താ ഐഡിയോളജി? വഹാബിസം. ഒന്നല്ല, ഒരു 10 കൂടി പറഞ്ഞൂടെ? ലോകത്തെ മുഴുവനും ഭീകരവാദി വഹാബി. ഞങ്ങൾ സമസ്തക്കാരാണ്. സമസ്തയുടെ മദ്രസയിൽ ഒരു തീവ്രവാദി പഠിക്കൂല, ഒരു ഭീകരവാദി പഠിക്കൂല, ഒരു ഭീകരവാദിയെ സമസ്ത പ്രസവിക്കൂല. ഞങ്ങൾ ശുദ്ധമായ അഖീദയുടെയും ശുദ്ധാത്മാക്കളായ അനുയായികളെയും മക്കളാണ്. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഞങ്ങൾ മുല്ലക്കോയറ്റങ്ങൾ മക്കളാണ്. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഞങ്ങൾ മുല്ലക്കോയറ്റങ്ങൾ മക്കളാണ്. ഞങ്ങൾ സയ്യിദ് ജിഫ്രി തങ്ങളുടെയും മഹാനായ സയ്യിദ് ഹൈദർ ശിഹാബിങ്ങളുടെയും മക്കളാണ്. അവരൊരിക്കലും ഭീകരവാദം പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിക്ക്. എത്രയെത്ര ഇവിടെയുള്ള വഹാബികൾ സിറിയയിലേക്കും യമനിലേക്കും ആട് മേക്കാൻ വിട്ടിട്ട് എത്ര ആള് ഷഹീദായി? 40 ചില്ലാനും ആളുകൾ ഷഹീദായി. ആരാ പറഞ്ഞു? വഹാബികൾ. വഹാബിയത്തിലെ ഒരു പ്രത്യേക സംഘടന, ഇപ്പോൾ പേര് പറയുന്നില്ല, വേണ്ടി വന്നാ പറയും. മണിയായിട്ട് എല്ലാ റെക്കോർഡും ഡാറ്റയുടെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. ഒരു പ്രത്യേക സംഘത്തിൽ നിന്ന് മാത്രം. എന്തേ സമസ്തയുടെ ഒരു മദ്രസക്കാൻ സമസ്ത ഒരാളെ അങ്ങോട്ട് പറഞ്ഞേക്കാനു, ആടുമേക്കാൻ ഞങ്ങൾക്കും പറഞ്ഞേക്കാനു. എന്തേ ഞങ്ങൾ പറഞ്ഞേക്കാനു? നിങ്ങൾ മാത്രം
ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്, ഞങ്ങൾക്കൊരു അടിത്തറുണ്ട്. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ്. ഞങ്ങൾക്ക് ഇമാമിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിനല്ല ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ചിന്തിക്കണം. ജമാഅത്ത് ജുന്ദ് അൻസാറുൽ ഇസ്ലാം ഇറാഖ്, എൻ്റെ ഐഡിയോളജി വഹാബിസം. ജമാഅത്തു സലഫിയ ലിദ്ദഅവത്തി വൽ ഖിതാൽ, എവിടെ? അൾജീരിയയിലെ. എൻ്റെ ഐഡിയോളജി വഹാബിസം. ജമാഅത്തുൽ മഗ്രിബിയ അൽ മുഖാതല, യുദ്ധം ചെയ്യാനുള്ള സംഘം, എവിടെ? മൊറോക്കോ. എൻ്റെ ഐഡിയോളജി വഹാബിസം. ജമാഅത്തുൽ ലിബിയ അൽ മുഖാതല, എൻ്റെ ഐഡിയോളജി വഹാബിസം. ജമാഅത്തുൽ ഇസ്ലാമിയ ഫി മിസ്ർ, എൻ്റെ ഐഡിയോളജി വഹാബിസം. ദൗലത്തുൽ ഇറാഖ് ഇസ്ലാമിയ, സിറിയ ഇറാഖ്, എൻ്റെ ഐഡിയോളജി വഹാബിസം. ദൗലത്തുൽ ഇസ്ലാമിയ, എന്താണ് ഐസിസ്? എൻ്റെ ഐഡിയോളജി വഹാബിസം. ജമാഅത്ത് ജുന്ദ് അൻസാറുല്ലാഹ് സോമാലിയ സുഡാന്, എൻ്റെ ഐഡിയോളജി വഹാബിസം. ജയ്ഷുൽ ഇസ്ലാം ഫലസ്തീൻ, എൻ്റെ ഐഡിയോളജി വഹാബിസം. ജമാഅത്ത് ശബാബിൽ മുജാഹിദീൻ സോമാലിയയില്, എന്താ ഐഡിയോളജി? വഹാബിസം. വഹാബിസം എല്ലാം സോമാലിയയിലൊക്കെ അവർ ചെയ്തു കൂട്ടിയതിന് കയ്യും കണക്കും ഇല്ല. ഇതൊക്കെ പറയാനെന്നാ നാളെ നേരം വിളിക്കും. അത്രയും ഡാറ്റ എൻ്റെ കയ്യിൽ. ചെയ്തു കൂട്ടിയ പൊളിച്ച മക്ബറകൾക്ക് കയ്യും കണക്കും ഇല്ല. വഹാബിസം എല്ലാം. ശബാബിൽ മുജാഹിദീൻ. പിന്നെ അൽ ഖായിദ. എന്താ ഐഡിയോളജി? ആരാ സ്ഥാപിച്ചത്? ബിൻ ആരാ? അസ്ൽ വഹാബി. കിങ് അബ്ദുൽ അസീസ് റിയാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഡക്റ്റ്. എവിടുന്നാ പഠിച്ച്? വഹാബിസം. ബിൻ ലാദൻ, ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദിയായി മുദ്രകുത്തിയ ബിൻ ലാദൻ വഹാബി. എവിടെ തലസ്ഥാനം? യഥാർത്ഥം കൊമ്പുത്ഭവിക്കുമെന്ന് പറഞ്ഞ നെജിറ്റി. എന്താ ഐഡിയോളജി? വഹാബിസം. അത് കഴിഞ്ഞിട്ട് അയാൾ മരിച്ചപ്പോൾ അതിന്റെ 2ാം അധികാരം ഏറ്റെടുത്ത ആളാരാ? ഐമൻ സവാഹിരി. ആരാണ് അയാൾ? മദീന യൂണിവേഴ്സിറ്റിയിലെ അയാൾ ആരാ? കിങ് സൗദ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ ആളുടെ പേരക്കുട്ടിയാണ്. ഇയാളെ വല്യാപ്പയാണ്. ആദ്യകാലത്ത് കിങ് സൗദ്, ആദ്യത്തെ വഹാബി യൂണിവേഴ്സിറ്റിയായ കിങ് സൗദ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഇയാളെ വല്യാപ്പയാണ്. ആരുടെ? ഐമൻ സവാഹിരിയുടെ. എവിടുന്നാ പഠിച്ചത്? മദീന യൂണിവേഴ്സിറ്റി. മനസ്സിലായി? നമ്മൾ മദീന യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു. ലോകത്തെ എല്ലാ ഭീകരവാദികളും ഈ ഏരിയ എന്നൊക്കെ പഠിച്ചതാണ്. കാരണം അത് വഹാബികളുടെ പ്രൊഡക്റ്റാണ്. എന്നിട്ട് ഇവരൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പിണറായി വിജയനെ കുറിച്ച് പ്രശ്നം. അപ്പോൾ തന്നെ നമുക്ക് പ്രശ്നമില്ല. പുറത്തു പറയണ്ട. തത്വം എന്ന നിലയിൽ 2 കൂട്ടർ ഒരളവിലുമാണ്. രമക്കും പിണറായി വിജയനും തത്വം തന്നെ. ഞാനിത് ശരിയും തെറ്റും പറയുമല്ല. അപ്പോൾ പിന്നെ അത് അണലിയല്ല, അണലിയാണ് എന്നാ മനസ്സിലാവണം. എന്റെ ആവശ്യം ഇതൊന്നും നമുക്ക് വിഷയമല്ല. വഹാബികൾ പ്രചരിച്ചോട്ടെ, ജനങ്ങളെയൊക്കെ പരമാവധി 2 തട്ടിലായിക്കോട്ടെ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഒക്കെ ഭിന്നിച്ചോട്ടെ, സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മൾ പുതിയ ഹറക്കത്ത് മുത്തനബി പറഞ്ഞേച്ച ആളുകൾക്ക് ഇതൊന്നുമില്ല. 1400 കഴിഞ്ഞിട്ട് നിനക്ക് ഹറക്കത്ത്, നിനക്കാണ് ഹറക്കത്ത്, അവർക്കൊന്നും ഹറക്കത്തില്ല. സവാഹിരി അടക്കം മദീന യൂണിവേഴ്സിറ്റി പ്രൊഡക്റ്റ് ആണ്. അൻസാറു ശനിയ ടുണീഷ്യ, എന്താ ഐഡിയോളജി? വഹാബിസം. അൻസാറു നുസ്ര സിറിയ, എന്താ ഐഡിയോളജി? വഹാബിസം. ഒക്കെ വഹാബിസം. നീട്ടുന്നില്ല, പറഞ്ഞാൽ കണക്കില്ല. അവർ നശിപ്പിച്ച നാടുകൾ, നശിപ്പിച്ച മക്ബറകൾ, സുന്നി മദ്രസകൾ കയ്യും കണക്കില്ല. ലിബിയയിലെ ഏകദേശം മക്ബറകളെല്ലാം ലിബിയയിൽ മുല്ലപ്പൂ വസന്തകാലത്ത് തകർത്തു. രാജാവിനോട്, ലിബിയയിലെ ഗദ്ദാഫിയോട് പടവെട്ടാൻ പോയവരെങ്ങനെ മക്ബറ തകർക്കണത്?
എന്താ എന്ത് മനസ്സിലായോ പറഞ്ഞത്? എന്ത് കേരളത്തിൽ പ്രസംഗിക്കുന്നവരുണ്ട്, ഞങ്ങൾക്കെങ്ങാനും അധികാരം കിട്ടിയാൽ മദീനയിലെ പച്ചക്കുബ്ബയും തകർക്കുമെന്നെ പ്രസംഗിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നിട്ട് പേരെ തോളിലിടുക. നമുക്ക് എല്ലാവരും വേണം, നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കുക. എല്ലാവരും വേണം. ഒരു പൊതുവായ കാര്യത്തിൽ മൂർഖം ബാബു വന്നാൽ തല്ലാൻ RSSനെയും വിളിക്കാം, അത് പ്രശ്നമില്ല. ആ നിലക്ക് വഹാബിയെയും വിളിക്കാം. മൂർഖം ബാബിനെ തല്ലാൻ RSSനെയും വിളിക്കാം. മുസ്ലിമീങ്ങളുടെ പൊതുകാര്യങ്ങളിൽ വഹാബിയെയും വിളിക്കാം. പൊതുകാര്യങ്ങളിൽ ഒരു പ്രത്യേക അകലത്തിൽ. അല്ലാതെ അവരെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ അടുത്ത തലമുറ തകർന്നു പോകും. കേരളത്തിൽ ടെററിസം വളരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ചിന്തിക്കണം. അതിനനുകൂലമായ നിലപാട് ഒരിക്കലും ഇസ്ലാമിക രാഷ്ട്രീയം, മുസ്ലിം രാഷ്ട്രീയം എടുക്കരുത് എന്ന് വിനയത്തോടെ പറയാൻ അർഹതയില്ലെങ്കിലും അപേക്ഷിക്കുകയാണ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത് ചെയ്യരുത്. എന്തുകൊണ്ട്? അടുത്ത തലമുറക്ക് ഇവിടെ ജീവിക്കണം. ഇവിടെ സൗഹൃദമാണ് നിലനിൽക്കേണ്ടത്. എല്ലാം തകർത്തു. എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാമിക മൂവ്മെന്റുകളെ മുഴുവനും തകർത്തു, തരിപ്പണമാക്കി. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ നീട്ടുന്നില്ല. എല്ലാം ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ലോകത്തിന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാ? ഫലസ്തീൻ പ്രശ്നം. ആരാ ഫലസ്തീൻ പ്രശ്നത്തിന്റെ കാരണക്കാര്? വഹാബികൾ എഴുതി കൊടുത്തു. ആർക്ക്? 1919 സ്വന്തം രാജ്യത്തിന് വേണ്ടി, വഹാബി രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അബ്ദുൽ അസീസ് രാജാവ് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായ, പ്രതിരോധ വകുപ്പ് മന്ത്രിയായ പെർസി കോക്സിന് എഴുതി കൊടുത്തു കരാറ്. ആ കരാറ് ഇതാ എന്റെ കയ്യിലുണ്ട്. ആ കരാർ സത്യമാണെന്ന് സൗദി പത്രം പോലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്റെ കരാർ ഞാനൊന്ന് വായിക്കാം. വഹാബികൾക്ക് ഫലസ്തീനും പ്രശ്നമല്ല, വഹാബികളെ പ്രശ്നം. ഇതാ وثيقة خادم الحرمين الملك عبد العزيز آل سعود يقول فيها: بسم الله الرحمن الرحيم، أنا السلطان عبد العزيز بن عبد الرحمن آل فيصل آل سعود أقر وأعترف 1000 مرة لسيد بيرسي كوكس مندوب بريطانيا العظمى لا مانع عندي من إعطاء فلسطين للمساكين اليهود أو غيرهم كما تراه بريطانيا التي لا أخرج عن رأيها حتى تصبح الساعة. അർത്ഥം പറഞ്ഞാല് സുൽത്താൻ അബ്ദുൽ അസീസ് രാജാവാണ് ഞാൻ. അഖറു ഞാൻ അംഗീകരിക്കുന്നു, വഅതരിഫു ഞാൻ സമ്മതിക്കുന്നു 1000 വട്ടം ലിസയ്യിദ് പെർസി കോക്സിനോട്, പ്രതിരോധ മന്ത്രിയായ, ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രിയായ പെർസി കോക്സിനോട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു. എന്ത്? എന്റെ അടുക്കൽ തടസ്സമില്ല. ഫലസ്തീൻ കൊടുക്കുന്ന വിഷയത്തിൽ യഹൂദി മിസ്കീന്മാർക്ക്. അപ്പൊ മുസ്ലിമീങ്ങൾ മിസ്കീനല്ല. എങ്ങനെയുണ്ട്? ഇസ്രായേൽ കൊടുത്തതാരാ? അബ്ദുൽ അസീസ് രാജാവ്. ഇതാ നിഷേധിക്കാൻ കഴിയില്ല. രാജാവിന്റെ സീലോടുകൂടെ. അതിനേക്കാൾ 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നു. അതിനുശേഷം അറബികളും ഇസ്രായേലും 2 യുദ്ധം നടന്നിട്ടുണ്ട്. ഒന്ന് 1949 1967. ഈ 2 യുദ്ധത്തിലും എല്ലാ മുസ്ലിം രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യ പങ്കെടുത്തില്ല. മക്കത്ത് നമ്മളെ കേൾക്കാൻ ദ്വാരന്നാ പോരല്ലോ, പണിയെടുക്കണം. എന്ത് പഠിക്കാട്ടെ? എന്തുകൊണ്ട്? വഹാബികൾക്ക് ഫലസ്തീൻ പ്രശ്നമല്ല. പിന്നെ പരിശുദ്ധ കഅബയുടെ അടുത്ത് വെച്ച് അവർ ഈ അടുത്ത് പറഞ്ഞു, അവരുടെ ഒരു ഇമാമ്, നമുക്ക് ഫലസ്തീൻ, നമുക്ക് ഇസ്രായേലിനോട് യോജിക്കുന്നത് നല്ല കാര്യം തന്നെ. അതവർ പറയുന്ന അത്ഭുതമൊന്നുമില്ല. നേരത്തെ ഒപ്പിട്ട് കൊടുത്തല്ലേ? ചിന്തിക്ക്. ഞാൻ അവസാനിപ്പിക്കാണ്. അതേ സമയത്ത് അവസാനത്തെ തുർക്കി രാജാവായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ അടുത്തേക്ക് സിയോണിസത്തിന്റെ നേതാവായ തിയഡോർ ഹെർട്സൽ 1901 ചെന്നു.
എന്നിട്ട് പറഞ്ഞു ഫലസ്തീൻ ഞങ്ങൾക്ക് വിട്ടുതരണം. അന്ന് അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ കീഴിലാണ് ഫലസ്തീൻ. തുർക്കി ഭരിക്കുന്ന കാലത്ത് അറിയൂലേ, അബ്ദുൽ ഹമീദ് രണ്ടാമൻ രാജാവ്, വലിയ സ്വാലിഹ, രാവും പകലും ദിക്റിയല്ലും സ്വലാത്തിയല്ലും, വലിയ മുത്തസവ്വിഫ, വലിയ സ്വാബിറ, വലിയ മഹാന. അവസാനത്തെ അറിയപ്പെട്ട, പിന്നെ കുറഞ്ഞാൽ വേറെ ഒരാളുണ്ടായിട്ടുണ്ട്, അവസാനത്തെ അറിയപ്പെട്ട തുർക്കി രാജാവാണ് ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. സ്വലാത്തോട് സ്വലാത്ത്, രാവും പകലും ദാക്കിറായിരിക്കും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സിയോണിസത്തിന്റെ സ്ഥാപകനായ തിയഡോർ ഹഡ്സൽ 1901 ചെന്നു. 1901 എന്തിനെ? നിങ്ങൾ ഫലസ്തീൻ ജൂതന്മാർക്ക് വിട്ടു തന്നാൽ തുർക്കിയുടെ എല്ലാ കടവും ഞങ്ങൾ വീട്ടിത്തരാം. തുർക്കി എന്ന് വലിയ കടത്തിലായിരുന്നു. പക്ഷേ അബ്ദുൽ ഹമീദ് രാജാവ് പറഞ്ഞു, ഫലസ്തീനികളുടേതാണ്, എൻ്റെ കടം വീട്ടാനും എൻ്റെ രാജ്യത്തിൻ്റെ കടം വീട്ടതാണ്, അത് ഞാൻ സമ്മതിക്കുകയില്ല. ആ തുർക്കിയെ അമേരിക്കയോട് കൂടി ഇവർ യുദ്ധം ചെയ്ത് നശിപ്പിച്ചു. അങ്ങനെ തുർക്കിയുടെ കീഴിൽ 50 ലക്ഷം മുസ്ലിമീങ്ങളെ ഈ വഹാബികൾ കൂടി കൊന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ. എന്നിട്ട് ഇവരെ നിങ്ങൾ തൊഴിലേറ്റാണ്, നിങ്ങൾ തൊഴിലേറ്റ് കൂടി കുട്ടികളെ. പക്ഷെ എൻ്റെ ഒരു അപേക്ഷ, നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ നമ്മുടെ അഞ്ചന്മാരാണ്. നമ്മൾക്ക് കമ്മ്യൂണിസത്തിനെയും എതിർക്കണം, വഹാബിസത്തെ എതിർക്കണം. കമ്മ്യൂണിസം, മതനിരാസം എതിർക്കപ്പെടേണ്ടതാണ്. വഹാബിസം നമ്മുടെ ഉള്ളിലുള്ള ശത്രുവാണ്, എതിർക്കപ്പെടേണ്ടതാണ്. ദീനിന്റെ മുഖം അവർ വികൃതമാക്കിയത് പോലെ മാനവ ചരിത്രത്തിൽ ഇസ്ലാമിക മുഖത്തെ വേറൊരാൾ വികൃതമാക്കിയിട്ടില്ല. ചെങ്കിസ് ഖാന്റെ ആക്രമണത്തിന് ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആക്രമണം പോലെ മുസ്ലിം ലോകം വേദന അനുഭവിച്ചിട്ടില്ല. ചെങ്കിസ് ഖാൻ അത് ചെയ്യാം, അയാൾ മുസ്ലിം ആയിരുന്നില്ല. മുസ്ലിം നാമധാരിയായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അയാളുടെ സംഘവും കഴിഞ്ഞ 3 നൂറ്റാണ്ടായി മുസ്ലിം ലോകത്തെ ക്ഷതവും വേദനയും ഏൽപ്പിക്കുന്നത് പോലെ ഒരു ശക്തിയും മുസ്ലിമീങ്ങൾ ആക്രമിച്ചിട്ടില്ല. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു മുസ്ലിമിന് വഹാബിയെ പിന്തുണക്കാൻ കഴിയില്ല. നമ്മുടെ നേതാവ് പറഞ്ഞു, മഹാനായ ശൈഖുന ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞു, നമ്മൾ നമ്മുടെ നയവുമായി മുന്നോട്ട് പോകും. നമ്മുടെ ശക്തി നാം പരിശുദ്ധമായ ഈ രാജ്യത്തെ സകല മതവിഭാഗങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടും അവരെ ആദരിച്ചുകൊണ്ടും നാം മുന്നോട്ട് പോകും. സകല മതവിഭാഗങ്ങളെയും നാം ആദരിക്കും. എല്ലാ മതവിഭാഗങ്ങളും നാം ആദരിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? സമസ്തയുടെ ശക്തി, ശംസുൽ ഉലമയുടെ പ്രസംഗം മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എടുത്തെഴുതിയിട്ടുണ്ട്. സമസ്തയുടെ ശക്തി രാജ്യത്തെ മുഴുവനും കക്ഷികൾ മനസ്സിലാക്കണം. ആര് പറയുന്നു? ശൈഖുന ശംസുൽ ഉലമ. എടുത്തെഴുതിയതാരാ? ആ പ്രസംഗം എടുത്തെഴുതിയതാണ് ആര്? ചെറുശ്ശേരി ഉസ്താദ്. അന്ന് കേട്ടല്ലേ? സമസ്തയുടെ ശക്തി രാജ്യത്തെ മുഴുവനും കക്ഷികൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് മതത്തിൽ കൈയിടരുത്. ഈ രീതിയിൽ നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിലെ വഞ്ചകന്മാർ വഴിയാണ്. മനസ്സിലായില്ല? നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വഴിയല്ല, ഈ മതത്തിലെ വഞ്ചകന്മാർ വഴിയാണെന്ന് പറയുമ്പോൾ ഏറ്റവും ഭയപ്പെടേണ്ടത് ഈ വഞ്ചകന്മാരല്ലേ. എങ്ങനെ നിങ്ങൾ തിരുത്തിയേ? നമ്മൾ നേതാവല്ലേ? ഇത് രണ്ടും ഇങ്ങനെ കുറച്ച് കൊല്ലം കണ്ണ് മറിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ ഇതെങ്ങനെ കൽബ് പറയുന്നത്? ഇതിന്റെ 48-49 പേജ്. മനസ്സിലായില്ല? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശംസുൽ ഉലമ പറഞ്ഞത് ആരെടുത്തെഴുതി? ജൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹുമാ, അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. എന്തെഴുതി? സമസ്തയുടെ ശക്തി രാജ്യത്തെ മുഴുവനും കക്ഷികൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് മതത്തിൽ കൈയിടരുത്. ഈ രീതിയിൽ നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിലെ വഞ്ചകർ വഴിയാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് സർക്കാരോ കമ്മ്യൂണിസ്റ്റ് സർക്കാരോ, ഷേഖുനുള്ള കാലത്ത് BJP സർക്കാർ ഇല്ല. മനസ്സിലായില്ലേ? മനസ്സിലായില്ലോ? എന്നാൽ ഇന്നത്തെ BJP അടക്കം എല്ലാം പാടം തന്നെ. നിങ്ങൾ ഞങ്ങളെ മതത്തിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമുദായത്തിലെ വഞ്ചകന്മാർ വഴിയാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചു മുമ്പ് ഒരു ഇന്ത്യൻ നേതാവ് കോട്ടക്കൽ ചികിത്സക്ക് വന്നു. ഷെയ്ഖുന പറയാ ശംസുൽ ഉലമ. എടുത്തെഴുതനാരാ? കുറച്ചു മുമ്പ് ഒരു ഇന്ത്യൻ നേതാവ് കോട്ടക്കൽ ചികിത്സക്ക് വന്നു.
അവിടെ വെച്ച് ഇസ്ലാമിന്റെ വിധികൾ, ബഹുഭാര്യത്വം, പിന്തുടർച്ച അവകാശം മുതലായവ തിരുത്തണമെന്ന് മുസ്ലിം സമുദായത്തിൽ ജനിച്ച ചിലര് ആവശ്യപ്പെട്ടു. അവരാരാ? മോഡേണിസ്റ്റുകള്, MES അടക്കമുള്ള മോഡേണിസ്റ്റുകള്. ഈ മോഡേണിസ്റ്റ് ക്ലാസ്സിൽ എന്താ? വഹാബിസം. ഒക്കെ വഹാബിസം. എന്നെ വഹാബിസം തോന്നിയത് പോലെ ഖുർആൻ വ്യാഖ്യാനം ചെയ്യാം എന്ന് ലോകത്തെ പഠിപ്പിച്ച മുഹമ്മദ്. കുറച്ചു മുമ്പ് ഒരു ഇന്ത്യൻ നേതാവ് കോട്ടക്കൽ ചികിത്സക്ക് വന്നു. അവിടെ വെച്ച് ഇസ്ലാമിന്റെ വിധികൾ, ബഹുഭാര്യത്വം, പിന്തുടർച്ചാവകാശം മുതലായവ തിരുത്തണമെന്ന് മുസ്ലിം സമുദായത്തിൽ ജനിച്ച ചിലരാവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അത് തള്ളി. അക്കാര്യത്തിൽ ഞങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിനെ പ്രശംസിക്കുകയാണ്. മുസ്ലിം സമുദായത്തിലെ ചില അംഗങ്ങൾ തന്നെയാണ് ദീൻ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത്, പുറത്തുള്ളവരല്ല. ആര് പറഞ്ഞു? ശൈഖുനാ ശംസുൽ ഉലമ. ആര് എടുത്തെഴുതി? സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. നീ എന്തിനാ പറയണേ? എന്നിട്ട് ഈ അലങ്കോലപ്പെടുത്താൻ പോണോരെ നമ്മൾ പടട്ടുക, ചേരെ നമ്മൾ ശത്രുവാക്കുക. നമുക്ക് അവരും ശത്രു. അങ്ങനെ തന്നെയല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ നമ്മുടെ പ്രഭാഷകർ പരസ്പരം പിണങ്ങാൻ പാടില്ലാത്തതാണ്. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ ക്ഷമിക്കണം. എനിക്കൊരു ലക്ഷ്യമില്ല, ദയവായി മാപ്പാക്കണം. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നപേക്ഷിക്കുകയാണ്. എൻ്റെ ലക്ഷ്യം വഹാബികളെപ്പോലും ദേഷ്യപ്പെടുത്തലല്ല, നിങ്ങൾ ചിന്തിക്കണം എന്നപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി പറയുന്നു, നിങ്ങളുടെ മുന്നിൽ ജയിക്കണമെന്ന് വഹാബി സഹോദരങ്ങളെ എനിക്ക് ലക്ഷ്യമില്ല കേട്ടോ. നിങ്ങൾ തിരിയാത്തവരാണ്, നിങ്ങളിത് പഠിച്ച് തിരിയണം. നിങ്ങൾ ഇയാളെ പിന്നാലെ കൂടരുത്. നിങ്ങൾ എന്തായാലും വഹാബിയാകരുത്. വഹാബിയാവാൻ പറ്റൂല. അയാൾ അത്രയും വലിയ അക്രമിയാണ്. അയാൾ ചെയ്ത ക്രൂരതകളുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ട്, അത് പറയാൻ പറ്റൂല. അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മാർഗ്ഗത്തിലേക്ക് വരണം. സുന്നികളായ നമ്മൾ സുന്നികളായതുകൊണ്ടാണ് നമ്മുടെ ഐഡിയോളജി സുന്നിസം. മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തിനെ എതിർക്കാൻ ഹിന്ദു വരും, ക്രിസ്ത്യാനി വരും, പാർസി വരും, ബുദ്ധൻ വരും, ജൈനൻ വരും, കൺഫ്യൂഷൻ വരും, എല്ലാവരും വരും. എന്തുകൊണ്ട്? എല്ലാ മതവും മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് ആര് പറഞ്ഞത്? കാൾമാക്സ്. എന്നാൽ വഹാബിയെ എതിർക്കാൻ ആരും വരൂല, നമ്മളെ വരൂ. നമ്മളെ മതത്തിന്റെ മുഖം വികൃതമായാൽ നമുക്ക് ഭ്രാന്ത. നമ്മുടെ സമുദായത്തിലെ വഞ്ചകന്മാർ വഴിയല്ലാതെ ഞങ്ങളെ അലങ്കോലപ്പെടുത്തിയിട്ടില്ല. പറഞ്ഞില്ലേ? അതുകൊണ്ട് എൻ്റെ കൊച്ചനുജന്മാരെ, നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ഏറെ പറഞ്ഞ് എൻ്റെ കുട്ടികൾ ക്ഷമിക്കണം. ദയവായി ഈ സ്വരം ഇനി കേരളത്തിൽ കേൾക്കരുത്. നമ്മൾ കമ്മ്യൂണിസത്തെയും എതിർക്കുന്നു. നമുക്ക് ശത്രുവാണ് എന്തും. കമ്മ്യൂണിസവും ശത്രു, വഹാബിസവും ശത്രു, എല്ലാം ശത്രു. എന്തുകൊണ്ട്? ഒന്ന് മതനിരാസമാണെങ്കിൽ, ഒന്ന് മതത്തിന്റെ മുഖം വികൃതമാക്കലാണ്. ഒന്ന് ദീനിനെ എതിർക്കലാണെങ്കിൽ, ഒന്ന് ദീനിനെ ലാദീനാക്കലാണ്. മനസ്സിലായില്ലേ? ഒന്ന് ദീനിനെ എതിർക്കലാണെങ്കിൽ, ഒന്ന് ദീനിന്റെ മുഖം വികൃതമാക്കലാണ്. രാവിലെ കമ്മ്യൂണിസത്തിനെതിരെ പ്രസംഗിച്ചാൽ 10 മണിക്ക് വഹാബിക്കെതിരെ പ്രസംഗിക്കും ബഹുമാനപ്പെട്ട നാട്ടിക മുസ്ലിം. ഒരു ദിവസം 5-8 പ്രസംഗം നടക്കും. ഒരു സദസ് ഇതാണെങ്കിൽ ഒരു സദസ് ഒരേപോലെ സമരം ചെയ്ത് പോയതല്ലേ ഞങ്ങൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് 5 കൊല്ലം കഴിയുമ്പോഴത്തേന് എനിക്ക് ഞാൻ കമ്മ്യൂണിസത്തിനേക്കാൾ അപകടം വഹാബിസാണ്, അതിനെ എതിർക്കാൻ ഞങ്ങളെ കിട്ടൂല. നിങ്ങൾ പറയരുത്, നിങ്ങളില്ലെങ്കിൽ നമ്മളെ വണ്ടി പോവില്ല, നിങ്ങൾ വേണം. നമ്മളെ വണ്ടി ഇപ്പം നിർത്തിയിട്ടിരിക്കുകയാണ്, പോകൂല. നിങ്ങൾ കയറിയാലേ പോകും. അതുകൊണ്ട് നിങ്ങളില്ലാതെ നമ്മൾ വണ്ടി വിടുന്നു ഞാൻ പറയില്ല. നിങ്ങളെ വണ്ടിയോട് കൂടെ തന്നെ പോകും. നിങ്ങൾ വേണം, നിങ്ങളില്ലാതെ നമ്മൾ പോകില്ല. അങ്ങനെ തന്നെ ഇല്ലേ? പറയേ മകൻ പുതിയ പുര കയറ്റിയപ്പോൾ ഉമ്മ പണങ്ങി. ചിലപ്പോൾ മരുമോളോടുള്ള ദേഷ്യമായിരിക്കും. ഉദ്ഘാടനത്തിന് വന്നില്ലെങ്കിൽ മകൻ പറയില്ലേ, നിങ്ങൾ ഉമ്മ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേരൊക്കെ ഉദ്ഘാടനം ഉണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ? നമ്മളെ കുട്ടികളല്ലേ ജയിലിൽ കണ്ടു, നമ്മളൊക്കെ ദാടി അരച്ചില്ലേ?
അതുകൊണ്ട് ഇനി ഇത് ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. നിങ്ങളെ കിട്ടൂലാണ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വേദനിച്ചു. എന്തുകൊണ്ട്? നിങ്ങളില്ലാതെ വണ്ടി ഓടൂല. എന്തുകൊണ്ട്? കാലഘട്ടത്തിന്റെ പ്രബോധകരാക്കാൻ പറ്റിയ മക്കളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയും, നിങ്ങൾക്ക് ഹിന്ദി അറിയും, നിങ്ങൾക്ക് രാഷ്ട്രഭാഷകൾ അറിയും, നിങ്ങൾക്ക് കരുത്തുണ്ട്, നിങ്ങൾ യോഗ്യന്മാരാണ്, നിങ്ങൾ സുന്നത്തിമായത്തിന്റെ മക്കളാണ്. നിങ്ങൾ കഴിച്ച ഭക്ഷണം അഹ്ലു സുന്നയുടെ ഭക്ഷണമാണ്. നിങ്ങൾ മൗലത്തബീല ഖുതുബുസ്സമാന സയ്യിദ് അലവിൽ മംബുറമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളുടെ ഭക്ഷണമാണ് നമ്മളൊക്കെ കഴിക്കണത്. നിങ്ങൾ മാത്രമല്ല നമ്മളും കഴിക്കണത്. അതിനെപ്പയൽ പറഞ്ഞിട്ട് ഒരുപാട് വർഷം ഞാനും കഴിച്ചിട്ടുണ്ട്. നിങ്ങളാരും മാത്രമല്ല, ഞാനും ആ ഭക്ഷണം കഴിച്ചോല. എനിക്കത് എതിർക്കാൻ പറ്റില്ല, എതിർക്കാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാനത് പറഞ്ഞ ഭക്ഷണം കഴിച്ചോളാം. അതുകൊണ്ട് ആരെയും ചൊടിപ്പിക്കാനുള്ള പ്രസംഗമല്ല ഇത്. ഹെഡിങ്ങിനെ തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. എന്നാൽ ഹെഡിങ് സത്യവുമാണ്. ഇമാം ഗസാലി അടക്കം പറഞ്ഞത് ഞാൻ കാണിച്ചു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ഒരു ഉപന്യാസം ഇത്രയും പറഞ്ഞാൽ പോരാ, ഒരുപാട് പറയേണ്ടതുണ്ട്. പക്ഷേ സമയ ദൈർഘ്യം ഭയന്ന് ഞാൻ സമയമൊക്കെ നേരം വൈകിയാലും ഈ ഉപന്യാസം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന ഇലൈക المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. മുസ്ലിം രാഷ്ട്രീയ സഹോദരങ്ങൾ, മുസ്ലിം രാഷ്ട്രീയ കക്ഷി, അവർക്കൊക്കെ എന്നോട് എന്തെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണമെന്നും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു ലാഭത്തിൻ്റെയും പേരിൽ ഞാൻ മുസ്ലിം രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ലാഭവും വ്യക്തിപരമായി എടുക്കാത്ത ഒരാളാണ്. ഒരു കാലിച്ചായ അതിൻ്റെ പേരിൽ കുടിക്കാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ 20 കൊല്ലം ഏറെ പഴി കേട്ട ആളുമാണ്. എന്തുകൊണ്ട്? അതൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കിട്ടും എന്നാണ് പ്രതീക്ഷ. എന്നാൽ മതപരമായ കാര്യത്തിൽ ഞങ്ങളുടെ ഉലമാക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ഒരു ദർജ അള്ളാഹു ഏറ്റിക്കൊടുത്ത് അവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അടക്കമുള്ള നമ്മുടെ മഹത്തുക്കളായ ആളുകൾ, ഒന്നാം നിരക്കാരായ സാദാത്തുക്കൾ, നമ്മുടെ ആലിമീങ്ങൾ, ആലിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയുള്ള നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ, അവരെയൊക്കെ ശിരസാ വഹിച്ചുകൊണ്ട് അങ്ങനെയായാലേ പോകൂ. ഇവിടെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയും സമസ്തയും രണ്ട് വഴിക്ക് പോകാൻ പാടില്ല. രണ്ട് വഴിക്ക് പോയാൽ നമ്മൾ തകരും. ഒരിക്കലും അത് രണ്ട് വഴിക്ക് പോകരുത്. ഒരേ വഴിക്ക് പോകണം. ഒരേ വഴിക്ക് പോകണമെങ്കിൽ സുന്നത്യമായത്തിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങൾ രാഷ്ട്രീയക്കാർ തടസ്സം നിൽക്കരുത് എന്നപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഇരുട്ടിൻ്റെ മറകിൽ വഹാബിയത്തിനെ താലോലിച്ചാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുമെന്ന് ഈ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വഹാബിയായി അഭിമാനിക്കരുത്. വഹാബിയാകുന്നത് അപമാനമാണ്, അഭിമാനമല്ല. ഒന്നത് അള്ളാഹുവിൻ്റെ മാർഗമല്ല, അതംബിയാഇന്റെ മാർഗമല്ല. മഹാന്മാർ രേഖപ്പെടുത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് സുന്നത്യമായത്തിൻ്റെ ഉലമാക്കളെ വെട്ടിക്കൊന്നിട്ടാണ് വഹാബിസം സ്ഥാപിച്ചിട്ടുള്ളത്. സയ്യിദുമാരെയും അള്ളാഹു നമ്മളെ കാക്കട്ടെ. പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതെൻ്റെ വളരെ കാലത്തെ ഒരധ്വാനം, ഒരത്യാവശ്യത്തിനുമേ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു. ഇതുപോലെയുള്ള ഉപന്യാസങ്ങൾ അവസരങ്ങളിൽ സമർപ്പിക്കാൻ അള്ളാഹു കരുത്ത് നൽകട്ടെ. നൽകിയ റബ്ബിനാണ് സർവസ്തുതിയും. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർ, ബഹുമാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തകന്മാർ തുടങ്ങിയ എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തി. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഖൈറും റഹ്മത്തും തുറന്നു കൊടുക്കണമേ. ഞങ്ങളുടെയൊക്കെ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് മരിച്ച നല്ലവരായ മുൻഗാമികൾക്ക് നീ പ്രത്യേക മഗ്ഫിറത്ത് നൽകണമേ. അല്ലാഹുവിൻ്റെ ലിഖാ ഉദ്ദേശിച്ച് ബഹുമാനപ്പെട്ട സമസ്തയിലും മുസ്ലിം രാഷ്ട്രീയത്തിലുമൊക്കെ പ്രവർത്തിച്ച മുൻഗാമികളായ സാലിഹീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ, പാണക്കാട്ട് PMSA കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ്, കണ്ണിയത്ത് റഹ്മഹുല്ലാഹ്, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട മഹാനായ അണ്ടോണ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ധാരാളം
ആലിമീങ്ങൾ മഹാന്മാർ നമ്മുടെ ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ. നിന്റെ ഫിർദൗസിന്റെ വാതിൽ മഹാനായ വാവാട് ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരി ഇങ്ങനെ തുടങ്ങി, ബഹുമാനപ്പെട്ട കൂട്ടുമൂല ബാപ്പ മുസ്ലിയാരി ഇങ്ങനെ തുടങ്ങി, മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ സകല ഉലമാഇനും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. കളമ്പാടി ഉസ്താദ്, ബഹുമാനപ്പെട്ട മഹാന്മാര് ബാപ്പുട്ടി ഹാജി, ഇങ്ങനെ ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി, ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, ഇങ്ങനെ തുടങ്ങിയ MKC അബു ഹാജി, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. രോഗികൾ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നീ ശിഫ നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഈ സംഘശക്തിയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധം സമസ്ത ഒരു ശബ്ദമായി മുന്നോട്ട് പോവുകയും സമസ്തയും മുസ്ലിം രാഷ്ട്രീയവും പരസ്പരം പടലപ്പിണക്കങ്ങൾ ഉണ്ടായി പരസ്പരം പിണങ്ങാതെ ഇത് രണ്ടും ഉമറാക്കളും ഉലമാക്കളും ഒരുപോലെ പോയി മുന്നോട്ട് പോയി ഈ പരിശുദ്ധ ഇസ്ലാമിയത്തെ ഏത് കമ്മ്യൂണിസത്തിനെയും എതിരായി ശക്തമായി ചെറുത്തു നിൽക്കാനുള്ള കരുത്തും ഇസ്സത്തും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. അതോടുകൂടെ വഹാബിയത്തിൽ നിന്ന് സാധുക്കളായ വഹാബികൾ പിന്തിരിഞ്ഞ് സത്യമായ ദീനിലേക്ക് വരണമെന്ന് വളരെ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിൽ ക്ഷമിക്കണം. പക്ഷെ പറയല്ലാതെ നിർവാഹമില്ല, നിങ്ങൾ പിഴച്ചിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചു വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവനെ വേണ്ടി നിങ്ങൾ എൻ്റെ ഉപ്പാക്കുമാക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.